എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രംഭവവിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഓരോ ലൈക്ക് സപ്പോർട്ടുമാണ് നമുക്ക് പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കണ്ടു, ലക്ഷ്മിയെ കൊല്ലാനായിട്ട് ഒരു വാടക ഗുണ്ട റിസോർട്ടിലേക്ക് വരുന്നുണ്ട്. പിന്നീട് അയാൾ നേരെ റൂം എടുക്കാനായിട്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം ഇതൊന്നും അറിയില്ലാതെയാണ് ലക്ഷ്മി മുറിയിലിരുന്നത്. പിന്നീട് അയാൾ റിസപ്ഷനിൽ നിന്ന് റൂമൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ റൂമൊക്കെ മേടിക്കുന്ന സമയത്ത് റിസപ്ഷൻ ഇരിക്കുന്ന ആ പെൺകുട്ടി അയാളെ ശ്രദ്ധിച്ചു. കാരണം മാനേജർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ റൂം എടുക്കാൻ വന്നിട്ടുണ്ടെങ്കിലും അവര് ശരിക്കും ഒന്ന് നോട്ട് ചെയ്യണം. കാരണം എന്തെങ്കിലും ഒരു പന്തികേട് തോന്നിയിട്ടുണ്ടെങ്കിൽ അറിയിക്കണം എന്നുള്ള കാര്യം. അങ്ങനെ അയാൾ വന്ന് റൂം എടുത്ത് അയാളുടെ മുറിയിലേക്ക് പോവാണ്. ഈ സമയം റിസപ്ഷൻ ഇരുന്ന പെൺകുട്ടിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നി. അത് അപ്പോൾ തന്നെ അയാൾ മാനേജറെ അറിയിക്കുകയും ചെയ്തു. കാരണം രശ്മിക്കറിയാം തന്നെ ഇല്ലാതാക്കാണ്ട് ചിലപ്പോൾ വാടകൊലയാളി ഇങ്ങോട്ട് വരും എന്നുള്ള കാര്യം. അപ്പൊ അതിനു മുമ്പ് കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കണമല്ലോ. പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പം കാർത്തിക കല്യാണിയും കിരണയും കാണാനായിട്ട് ചെല്ലുവാണ്. അങ്ങനെ കല്യാണിയും കിരണയും കണ്ടിട്ട് കാർത്തിക പറഞ്ഞു, അതെ എനിക്ക് അമ്മയുടെ കാര്യത്തിൽ നല്ല ടെൻഷൻ ഉണ്ട്. കാരണം അമ്മേനെ ഇല്ലാതാക്കാനായിട്ട് ആ പ്രകാശന് എന്തും ചെയ്യാൻ മടിക്കില്ല. അവൻ മിക്കവാറും വാടകൊലയാളിയെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരിക്കും എന്ന് പറയാം. ഇത് കേട്ടതും കിരൺ പറഞ്ഞു, അതെ പ്രകാശനെ രാജപ്പണ്ണ ഒന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അവര് സ്വയമേ ഒന്നും ചെയ്യത്തില്ല. പക്ഷെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് ആരെങ്കിലും ഏർപ്പാടാക്കിയിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ നോക്കേണ്ട കാര്യമുള്ളെന്ന് പറയണം. കാർത്തി പറഞ്ഞു, അതാണ് എനിക്ക് സംശയം. ഒരു പക്ഷെ റിസോർട്ടിലേക്ക് അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ റിസോർട്ടിലെ മാനേജർ അറിയും. അമ്മയുടെ നേർക്ക് അവിടെ വെച്ചൊരു ആക്രമണം ഉണ്ടാകത്തില്ല. പക്ഷെ പുറത്ത് വെച്ച് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു അറ്റാക്ക് ഉണ്ടായാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയണം. അത് കേട്ടതും കല്യാണി പറഞ്ഞു, അത് ശരിയാ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ആ പ്രകാശനും എന്തേലും കുരുട്ടുബുദ്ധി ഒപ്പിച്ചിട്ടുണ്ടോ നമ്മൾ അന്വേഷിക്കണം. അയാൾക്ക് ആര് സഹായം കൊടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ അന്വേഷിച്ചറിയണം എന്ന് പറയാം. ഇത് കേട്ടതും കല്യാണി പറഞ്ഞു, ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾ അന്വേഷിക്കാം. ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടേതായ രീതിക്ക് നിങ്ങളും അന്വേഷിക്കാൻ പറയണം. കാർത്തി പറഞ്ഞു, അതേറ്റു, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങളും അന്വേഷിക്കാം. ഒരു കാരണവശാലും അമ്മയുടെ ദേഹത്ത് ഒരു തരം മണ്ണ് പോലും വാരിടാൻ ഞാൻ സമ്മതിക്കില്ല. അമ്മയ്ക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. പക്ഷെ അത് പോരാ. ഒരു പക്ഷേങ്കിൽ നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങുമെന്ന് പറയുന്ന കണക്ക് ആ പ്രകാശൻ എന്തെങ്കിലും ഒരു ചെറിയ പണി കൊടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലോ, ഒരു പക്ഷേങ്കിൽ അങ്ങനെ എന്തെങ്കിലും പണി കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് അമ്മയ്ക്ക് ഉണ്ടായാലോ, ആ ഒരു ടെൻഷൻ കാർത്തികയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് കാർത്തിക് ഇത്ര ടെൻഷൻ. പക്ഷെങ്കിൽ ലക്ഷ്മി അമ്മയ്ക്ക് ഒരു ടെൻഷനും ഇല്ലായിരുന്നു. പ്രകാശൻ തന്റെ നേരെ ചെറുപേരിലെങ്കിലും അലക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ലക്ഷ്മിക്ക് നന്നായിട്ടറിയാം. അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ലക്ഷ്മി നേരത്തെ തന്നെ സന്നദ്ധമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് കാർത്തിയോട് അത് പറഞ്ഞതിന് ശേഷം കല്യാണിയും കിരണും കൂടെ തിരികെ പോരുകയാണ്. ഈ സമയത്ത് കല്യാണി കിരണിനോട് പറഞ്ഞു, എന്താണെങ്കിലും ആ പ്രകാശൻ എന്ന് പറയുന്ന അയാൾ ഒരു കാരണവശാലും സ്വന്തമായിട്ട് ഇറങ്ങത്തില്ല. അയാൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. എന്റെ അച്ഛനല്ലേ. പക്ഷേങ്കിൽ അയാൾ ആർക്കേലും എന്തെങ്കിലും കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടോന്ന് അറിയത്തില്ല കിരണേട്ടാന്ന് പറയാം. അത് ശരിയാ. കാരണം പൈസ ചിലപ്പോൾ കൈ കാണും. പോരാത്തന്നെ ആ രാജപ്പണ്ണൻ്റെ പൈസ പലിശയ്ക്ക് വാങ്ങിയിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ പൈസ വെച്ചുള്ള കളിയായിരിക്കും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാടകൊലയാളി ഇറക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കണമെന്ന് പറയാം. എപ്പോഴും ഒരു കണ്ണ് വേണം. ഇനി അച്ഛനോടും കൂടെ പറഞ്ഞേക്കാം. അച്ഛന് അത്യാവശ്യം പിടിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ആരെങ്കിലും ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ആരെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പോഴും അച്ഛൻ അറിയാൻ സാധിക്കുമെന്ന് പറയാണ്. പിന്നീട് കിരൺ ചന്ദ്രസേനെ കാണാനായിട്ട് പോവാണ്. ആ സമയത്ത് ശാരീനെ കാണാനായിട്ട് മനോഹർ വരുവാണ്. അപ്പം മനോഹറിന് പറഞ്ഞ ശാരി പറഞ്ഞ സ്ഥലത്തേക്കാണ് മനോഹർ എത്തുന്നത്. അങ്ങനെ മനോഹറിന്റെ വരവിന് വേണ്ടി ശാരി കാത്തു നിൽക്കുകയാണ്. ആകെപ്പാടെ സമനില തെറ്റിയ പോലെയാണ് ശാരിയുടെ നിപ്പ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ ഒറ്റയടിക്കോട് കൊന്നു കളഞ്ഞാലോ എന്നൊരു ചിന്ത വരെ ശാരിയുടെ മനസ്സിലുണ്ട്. പിന്നെ ഇല്ല, ഓർത്ത് വേണ്ട, അങ്ങനെ വേണ്ട, അവൻ അങ്ങനെ മരിക്കാൻ പാടില്ല. കാരണം ഇത്രയും പെൺകുട്ടികളെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഒറ്റയടിക്ക് തീർന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ശരിയാകത്തില്ലെന്ന് മനസ്സിലായി. അങ്ങനെ നോക്കി നിൽക്കുന്ന കഴിയുമ്പോഴത്തേനുമാണ് മനോഹർ അങ്ങോട്ട് വരുന്നേ. മനോഹർ ഒരു ചെറിയ പുഞ്ചിരിയോട് കൂടിയിട്ട് കറന്നിറങ്ങി അങ്ങോട്ടേക്ക് വരുവാണ്. വന്നിട്ട് ആഹാ, എന്താ അമ്മേ, അമ്മ എന്നെ കാണണമെന്ന് പറഞ്ഞ് എന്താന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശാരി ചോദിച്ചു, അല്ല നിനക്ക് എത്ര പേരുണ്ട് മനോഹർ എന്ന് ചോദിക്കുകയാണ്. എനിക്കോ, എനിക്കൊരു പേര് മനോഹർ, മനു എന്നല്ലേ വിളിക്കണമെന്ന് ചോദിക്കുക. അത് കൂടാതെ വേറെ ഏതെങ്കിലും പേരൊക്കെ ഉണ്ടോന്ന് ചോദിക്കുക. എന്ത് പേര്? അല്ല ഈ രോഹൻ എന്നുള്ള പേര് ആരുടെയാന്ന് ചോദിക്കുക. ഇത് കേട്ടതും മനോഹരൻ ഞുട്ടി. രോഹനോ? അങ്ങനെ ഒരു പേരുള്ള ആരെ എനിക്ക് അറിയത്തില്ലോ. ഓ, നിനക്ക് അങ്ങനെയുള്ള പേരൊന്നും അറിയത്തില്ലല്ലേ എന്ന് ചോദിക്കണം. അപ്പൊ റിയാസോ എന്ന് ചോദിക്കുകയാണ്. അല്ല ഇതെന്തൊക്കെയാ അമ്മ ഈ വിളിച്ചു പറയണെന്ന് ചോദിക്കാം. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിന്റെ സർവമാന വേരുകളും തപ്പി നിന്റെ സർവമാന വേരുകളും ഞാൻ
കണ്ടെടുത്തിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് പറഞ്ഞ കേട്ടല്ലോ. ഇനി നീ ഒളിച്ചോടാൻ ശ്രമിക്കണ്ടാന്ന് പറയാണ്. ഇത് കേട്ടത് മനോഹർ പറഞ്ഞു, അമ്മ എന്തറിഞ്ഞിട്ടാ പറയണെന്ന് ചോദിക്കുക. നീ കൂടുതൽ എന്റെ മുന്നിൽ കിടന്ന് അഭിനയിക്കണ്ട. നീ ആരാ എന്താ ഏതാന്നൊക്കെ ഞാൻ അറിഞ്ഞു. പോരാത്തതിന് ആ നിശ്ചയമായിട്ടുള്ള കല്യാണം കഴിഞ്ഞ് അതുവരെ ഞാൻ അറിഞ്ഞിട്ടാ വന്നേന്ന് പറയണം. എന്നാലും എന്റെ മോളോട് ഇങ്ങനെ എങ്ങനെ ദുഷ്ടതരം കാണിക്കാൻ തോന്നിയടാ ദുഷ്ടാന്ന് പറഞ്ഞുകൊണ്ട് മനോഹറിന്റെ കോളറിന് അങ്ങോട്ട് കയറി കുത്തി പിടിക്കുകയാണ് അങ്ങോട്ട്. മനോഹർ ഒരു നിമിഷം ഒന്ന് പതറി, പിന്നീട് കൈ വിടാൻ പറഞ്ഞിട്ട് കൈ അങ്ങ് തട്ടി മാറ്റുവാണ്. നിങ്ങൾ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ മോളോടുള്ള പ്രേമം മൂത്ത് ഞാൻ അവിടെ കല്യാണം കഴിച്ചാന്നോ? അതൊക്കെ വെറും നിങ്ങളുടെ മോളുടെ തോന്നല് മാത്രമല്ലേ. ഇപ്പോഴും അവൾക്ക് എന്നെ ഭ്രാന്തമായ സ്നേഹമാണ്. ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ നിങ്ങളെ വേണമെങ്കിൽ അവളാ വീട്ടിൽ നിന്ന് ഇറക്കി വിടും, അല്ലെങ്കിൽ അവൾ എൻ്റെ കൂടെ ഇറങ്ങിപ്പോരും. അറിയാലോ, വേണമെങ്കിൽ നിങ്ങളെ കൊല്ലാൻ പറഞ്ഞാൽ പോലും അവളിപ്പോൾ കൊല്ലാൻ പഠിക്കത്തില്ല. കാരണം അത്രയ്ക്ക് അവൾക്ക് എന്നോട് ഇഷ്ടമാണെന്ന് പറയണം. ഇത് കേട്ടതും ശാരി പറഞ്ഞു, അതേടാ എനിക്കത് മനസ്സിലായടാ. എൻ്റെ മോളെ നീ കൈവിഷം കൊടുത്ത് കയ്യിലാക്കി വെച്ചേക്കോ അല്ലേന്ന് ചോദിക്കാം. ഞാനൊരു വിഷമം കൊടുത്തിട്ടില്ല. അവൾക്ക് ഞാൻ സ്നേഹം കൊടുത്തു. സ്നേഹം എന്ന് കൊടുത്തെന്ന് പറയാൻ പറ്റില്ല, നന്നായിട്ട് അങ്ങോട്ട് അഭിനയിച്ചെന്ന് പറയാം. അവള് മാത്രമല്ല, എനിക്ക് വേറെ പല ഭാര്യമാരും ഉണ്ട്. ഇതെന്റെ ഒരു ബിസിനസ്സാന്ന് പറയാം. എടാ തുഷ്ട, നിന്നെ ഇനി ഞാൻ ശരിയാക്കുമെന്ന് പറഞ്ഞ് വീണ്ടും അവനെ അടിക്കാനൊക്കെ തുടങ്ങണം. ദേ തൊട്ടു പോരുത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളുടെ മനസ്സിൽ എന്തേലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അതിവിടെ പിഴുതെറിഞ്ഞിട്ട് പോയിക്കോടെന്ന് പറയാം. ഇതുമായിട്ട് വീട്ടിലേക്ക് എന്നിട്ട് ആരുടെയും മനസ്സിൽ വിഷം കുത്തി നിറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ മനോഹർ ആരാന്ന് നീ ശരിക്കും അറിയാൻ പോകുന്നുള്ളൂ എന്നൊക്കെ ശാരിയോട് പറയാണ്. ശാരി മനോഹറിന് മറ്റൊരു മുഖം കടുവായിരുന്നു. ഇത്രയും ദിവസം അമ്മയെന്ന് വിളിച്ചോണ്ട് പുറകെ നടന്നവനാ ഇപ്പോഴാണ്ടെ തന്റെ നേർക്ക് നിന്ന് കൈ ചൂണ്ടി സംസാരിച്ച് തന്നെ കൊല്ലാൻ വരുന്നു. അതൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു ശാരിക്ക്. താൻ എത്രമാത്രം വഞ്ചിക്കപ്പെടുന്നുള്ള സത്യം അപ്പാണ് ശാരി തിരിച്ചറിയുന്നത്. താൻ മാത്രമല്ല, തന്റെ മോളും ഒരു തെറ്റ് ചെയ്യാതെ ഭൂമിയിലേക്ക് വന്നു പറഞ്ഞ ആ മാലാഹ കുഞ്ഞിനെ പോലെയുള്ള ആ കുഞ്ഞും ഇവന്റെ ഒരു കുഞ്ഞിനെ ആണല്ലോ. ദൈവമേ, എന്ത് പാവ അതിന് മാത്രം ആ കുഞ്ഞ് ചെയ്തേ എന്നൊരു ചിന്തയൊക്കെ ശാരിയുടെ മനസ്സിലേക്കും വരുന്നുണ്ട്. പിന്നീട് മനോഹർ, നിങ്ങൾ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ? നിങ്ങൾക്ക് ഇത് പോയി സരുവിനോട് പറയണമെന്നായിരിക്കും. സരുവിനോട് പറഞ്ഞ് സരുവിനെ രക്ഷിക്കണം എന്നായിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, സരുവിനോട് എങ്ങാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡില് നിങ്ങളെക്കുറിച്ചുള്ള വലിയ രഹസ്യം ഉണ്ടല്ലോ, അത് ഞാൻ കൂടുതൽ പറയണം. സരു ആരുടെ മോളാന്നുള്ള കാര്യം, ആ താര എന്ന് പറയുന്ന സ്ത്രീയുടെ മോളാന്നുള്ള കാര്യം അതെനിക്ക് അറിയാവുന്ന കാര്യമാണ്. അത് ഞാൻ അങ്ങോട്ട് എല്ലാവരും കിളക്ക് അങ്ങോട്ട് വിളിച്ചു പറയും. പിന്നീട് എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. പിന്നെ കൂടെ എന്നെ കൂടെ ഒന്നും പറയിപ്പിക്കണമെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ആകെപ്പാടെ തകർന്നു പോയി ശാരി. ശാരി അത് ഒരിക്കലും പ്രതീക്ഷ കാര്യമില്ല. എടാ ദുഷ്ടനാണോ അല്ലയോ നിങ്ങളുടെ ഭർത്താവിനോട് ചോദിച്ചു നോക്ക്. നിങ്ങളുടെ ഭർത്താവ് എന്തുകൊണ്ട് എന്റെ നേരെ ഒരു ചെരുവിരൽ അനക്കാത്തെ? ഭർത്താവിനെല്ലാ സത്യങ്ങളും അറിയാം, പക്ഷെ അയാളൊന്നും തുറന്നു പറയത്തില്ല. കാരണം അയാളെ ഞാനിങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് വെച്ചേക്കുക. എന്തേലും ഒരു കാര്യം അയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡില് നിങ്ങളുടെ മോള് വിവരങ്ങളൊക്കെ അറിയും. പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. ഒന്നെങ്കിൽ അവള് തനിയെ അങ്ങോട്ട് ഇല്ലാതാകും, അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ പച്ചയ്ക്ക് കത്തിക്കും അവള്. അത്രയ്ക്ക് ദേഷ്യം ഉണ്ടാവും അവളുടെ മനസ്സിൽ. ഇനി കൂടുതലേ പറയണോ എന്താ ചെയ്യേണ്ടതെന്ന്? മര്യാദയ്ക്ക് പോകുന്നത് നല്ലത്. ഒരു കാരണവശാലും ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ജീവനോടെ ഉണ്ടാകത്തുള്ളെന്ന് പറയാം. ആകെപ്പാടെ തകർന്നു പോയി ശാരി. എന്നാൽ ശാരിക്ക് അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ പറ്റില്ല. ശാരി എന്നിട്ട് അവന്റെ കോളറിന് വീണ്ടും അങ്ങോട്ട് കുത്തിപ്പിടിക്കുകയാണ്. കുത്തിപ്പിടിച്ച് നിന്നെ ഇനി ഞാൻ കൊല്ലൂടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലറി വിളിക്കുകയാണ്. പെട്ടെന്ന് മനോഹർ ആ കൈ അങ്ങ് തട്ടി മാറ്റി. ഒന്ന് പോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് തള്ളി മാറ്റിയാണെങ്കിൽ പോവാണ്. നിങ്ങൾ കിടന്ന് കുറച്ചിട്ടുണ്ടെങ്കിൽ ആരും മൈൻഡ് ചെയ്യുന്നു? അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വീട്ടിൽ ഇനിയിപ്പോൾ ഒരു സ്ഥാനമില്ല, മനസ്സിലായല്ലോ. ഇനിയിപ്പം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അധികം വൈകാതെ തന്നെ ഞാൻ ആ വീട് വിട്ടു പോകും. പക്ഷെ അതിനു മുമ്പ് എനിക്ക് കിട്ടേണ്ടതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടേ പോകുള്ളൂ. അത് നിങ്ങളുടെ ഭർത്താവിനോടും പറഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് എനിക്ക് തരാനുള്ള ഇതൊക്കെ തരുവാണെങ്കിൽ, സ്വർണം പണമൊക്കെ തരുവാണെങ്കിൽ ഞാൻ ആ വീട്ടിൽ നിന്ന് പോകും. അല്ലെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങളുടെ മകളുടെ ജീവിതം ഇനിയും കുട്ടിച്ചാറാവും. എന്ത് വേണം നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ട് മനോഹർ അങ്ങോട്ട് പോവാണ്. ശാരി ആകെ തകർന്നുപോയി. ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. ഒരു പക്ഷേങ്കില് താൻ ആ കിരണിനോടും കല്യാണിയോടും ഒക്കെ ചെയ്തതിന് ശിക്ഷയാണോ തനിക്ക് കിട്ടിയിരിക്കുന്നത് പോലും ചിന്തിച്ചു പോയി. കല്യാണിനെ ഇല്ലാതാക്കാൻ വരെ ശ്രമിച്ചിട്ടുണ്ട് പലപ്പോഴും രാഹുലിന്റെ ഒപ്പം നിന്നിട്ട്. പക്ഷെ അതിനുള്ള ശിക്ഷയാണോ കിട്ടിയത് എന്നൊക്കെ ഒരു നിമിഷം അങ്ങ് ചിന്തിക്കുവാണ് ശാരി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.